ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. കുറച്ച് ദിവസമായി നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോൾ സ്പോർട്സിൻ്റെ എല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് പറ്റാറില്ല. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കുറച്ച് ഫ്ലൈറ്റുകൾ ഡിലേ ആവുകയും അവരുടെ സ്റ്റാഫിൻ്റെ സ്ട്രൈക്കോ കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയി അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കുകയും ഒരു പെണ്ണ് അതിന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന് പോകാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞു അതെല്ലാം കേസുകളൊന്നും കാണുന്നുണ്ട്. ഒരു ദിവസം വന്നു, പിന്നെ ആ വാർത്ത പോയി. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് പാഠങ്ങൾ പഠിക്കാത്തത്? നമ്മൾ എന്നിട്ടും ഇനിയും നോക്കിക്കോ, ഒരു 50 റിയാൽ അല്ലെങ്കിൽ 50 റംസ് അല്ലെങ്കിൽ ഒരു 1000 റുപ്യ നാട്ടിലെ വ്യത്യാസം കാണുമ്പോൾ പിന്നെയും നമ്മൾ പോയിട്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ എടുക്കും. നമുക്കൊരു 100 റിയാൽ അല്ലെങ്കിൽ 100 ദിറംസ് അധികം കൊടുത്തിട്ട് വേറെ നല്ലൊരു ഫ്ലൈറ്റ് എടുത്ത് പോയാൽ എന്തിനാണ് ഈ ടെൻഷൻ എടുക്കുന്നത്? നമ്മൾ അങ്ങനെ കുറച്ചു കാലം പോകാണ്ടിരിക്കുമ്പോൾ ഇവർ നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരെന്തുകൊണ്ടാണ് മാറാത്തത്? അവർക്കറിയാം ഈ ഒച്ചപ്പാടും വിളിയും മാത്രമേ ഉള്ളൂ. ഇനിയൊരു 100 റിയാൽ 100 ദിറംസ് കുറച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെയും ജനങ്ങൾ കഴുതകളാണെന്ന് അവർക്കറിയാം.